കാട് കാണാനും കാട്ടിലെ മൃഗങ്ങളെ കാണാനും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ഇന്ന് പോകുന്ന റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ എപ്പം പോയാലും നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. ആനയൊക്കെ ഇതാ തൊട്ടടുത്തുകൂടെ നടക്കുകയാണ്. കയ്യെത്താ ദൂരത്തിതാ കാട്ടുപോത്ത്. ഇഷ്ടം മാതിരി മാനും മയിലും പുലിയും കടുവയും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന കൊടും കാടിന് നടുവിലെ മസനഗുഡി. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെയാണ് നമ്മൾ ഗൂഡല്ലൂരിൽ എത്തിയത്. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. രാവിലെ നമ്മൾ എല്ലമല എന്ന് പറയുന്ന ഗ്രാമത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഊട്ടിയിലേക്ക് ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എല്ലമല എന്ന് പറയുന്നത്. അവിടത്തേക്ക് പോകുന്ന റൂട്ടാണ് അടിപൊളി കേട്ടോ. നമ്മളിപ്പം പോകുന്നത് നിങ്ങളെല്ലാവരും പോയിട്ടുള്ള മസനഗുഡി റൂട്ടിലാണ്. ഈ ഒരു റൂട്ടിൽ എപ്പം പോവുകയാണെങ്കിലും പുതിയ അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാവുക. ഗൂഡല്ലൂരിൽ നിന്നും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും കാടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങും. വൈകുന്നേരം 5:30 മണി കഴിഞ്ഞപ്പോഴാണ് ഗൂഡല്ലൂരിൽ നിന്നും പോന്നിട്ടുള്ളത്. കുറച്ച് മുൻപോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കവാടം. ഈ ഒരു കവാടം കടന്നാൽ പിന്നെ കൊടും കാടാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ ഒരു റൂട്ടിൽ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റ് 9 മണിയാവുന്ന സമയത്ത് ക്ലോസ് ചെയ്യും. അതിനുശേഷം നമുക്ക് പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഈ ഒരു കാടിനുള്ളിലേക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. നൈറ്റ് പെർമിഷൻ ഉള്ള കുറച്ച് ബസ്സുകളുണ്ട്. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ ഈ ഒരു കാടിനുള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷനാണ് നൈറ്റ് പെർമിഷൻ ഉള്ള ബസ്സുകൾ. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മില്യൺ കണക്കിന് ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പോകുന്ന എല്ലാ യാത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ട്രിപ്പുകളൊക്കെ പോകാറുള്ളത്. എന്തായാലും കാടിനുള്ളിലേക്ക് കയറിയപ്പോഴേക്കും ആദ്യം തന്നെ ഇതാ മാനുകൾ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. വൈകുന്നേരം സന്ധ്യാസമയത്താണ് നമ്മുടെ യാത്ര. ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ വെയിലൊക്കെ പോയി ചൂടൊക്കെ മാറിയിട്ട് തണുത്തു വരുന്ന ഒരു കാലാവസ്ഥയാണ്. ആ ഒരു സമയത്താണ് മൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുക. നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആനകളെ പിടിച്ചു കൊണ്ടുവന്നിട്ടേ മര്യാദ പഠിപ്പിച്ച് കുങ്കിയാനയാക്കുന്ന സ്ഥലമാണിത്. ആനകളെ പിടിച്ചു കൊണ്ടിടുന്ന കൂടും കാര്യങ്ങളും ഒക്കെ നമുക്ക് റോട്ടിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും. പറഞ്ഞപ്പോഴേക്ക് ഇതാ ഒരാന കയറി വരുന്നത് കണ്ടോ. പണ്ട് കാലത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ആനയായിരിക്കും. എന്തായാലും ഇപ്പോൾ മര്യാദക്കാരനായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. എന്തായാലും പാപ്പാനെ ആന മുന്നോട്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. കുറച്ചു നേരം അവിടെയൊക്കെ നോക്കി നിന്ന് വീണ്ടും മുൻപോട്ട് പോവാണ്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും വീണ്ടും ഇതാ മാനുകൾ. പിന്നെ ഇതാ മയില്. ഇവർക്കൊന്നും ഒരു പേടിയുമില്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുകൂടെയൊക്കെയാണ് ആള് നടക്കുന്നത്. അങ്ങനെ വളരെ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കാടിനുള്ളിലേക്ക് സഫാരിയൊക്കെ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവും കടന്ന് നമുക്ക് ഗുണ്ടിൽപേട്ടയിലേക്കും മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകാൻ പറ്റുന്ന റോഡാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയിട്ടായിരുന്നു മസനഗുഡിയിലേക്ക് പോകാറുള്ളത്. എന്തായാലും ഇതിലെ ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ എത്തിയ സമയത്താണ് ഈ റൂട്ടിലല്ല പോകേണ്ടതെന്ന് മനസ്സിലായത്. പണ്ട് കാലത്തൊക്കെ ഈ റൂട്ടിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു സ്ഥലം കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോൾ ഇതാ പോലത്തെ ചുവന്ന പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് തെപ്പക്കാട് സഫാരി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുകൂടിയാണ് മസനഗുഡിയിലേക്ക് പോകേണ്ടത്. ആ ഒരു ബോർഡൊക്കെ കണ്ടോ, തുണിയിട്ട് മൂടിയിട്ടുള്ളത്. അത് കണ്ട സമയത്ത് തന്നെ മനസ്സിലാക്കി അങ്ങോട്ട് പെർമിഷൻ ഇല്ല എന്നത്. എന്തായാലും ഇവിടുത്തെ പോലീസുകാരോടൊക്കെ സംസാരിച്ച് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ മസനഗുഡിയിലും അതേപോലെ തന്നെ മോയാറിലൊക്കെ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പം പോകുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മസനഗുഡിയിൽ സ്റ്റേ ഉണ്ടെങ്കിലേ അവിടുത്തെ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് ഏതൊരു സമയത്തും ഇതിലെ പോകാൻ പറ്റും കേട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാറില്ലായിരുന്നോ, അത് നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പം പറ്റില്ല. കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് ഓപ്പൺ ആവാൻ മതി. ഇപ്പം വെക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടായിരിക്കും.
നമ്മൾ നേരത്തെ കണ്ട കാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നുന്ന സ്ഥലങ്ങളാണിതെല്ലാം. മസനഗുഡിയിലേക്കുള്ള യാത്ര ഭംഗിയുള്ള യാത്രയാണെന്ന് വെറുതെ പറയുന്നതല്ല, ശരിക്കും അടിപൊളി യാത്രയാണ് കേട്ടോ. പിന്നെ കാടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള കാടുമാണ്. മഴ അത്യാവശ്യം പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇങ്ങനെ പച്ച മൂടി വരുന്നുണ്ട് കാട്. 6 മണിയാവുന്ന സമയത്താണ് നമ്മൾ തെപ്പക്കാട് എത്തിയിട്ടുള്ളത്. തിരിച്ച് 7 മണിയാവുന്ന സമയത്ത് തെപ്പക്കാട് എത്തണമെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഒരു ട്രിപ്പിൽ എത്ര മാനുകളെ കണ്ടെന്ന് ചോദിച്ചാലേ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം മാനുകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു കയറ്റം കയറി മുൻപോട്ട് വന്നപ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഇതാ 2 ആനകൾ, ഒരമ്മയും കുട്ടിയാണ്. ഇവർ കുറച്ച് മുകളിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റോട്ടിൽ നിന്നും നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരിങ്ങനെ പുല്ല് തിന്ന് നടക്കുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവർക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. നമ്മൾ നേരത്തെ കണ്ടത് കുങ്കിയാനയാണ്. അതിനോട് അവിടെ നിൽക്ക് അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം പോവും. ഇത് കാട്ടാനയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കേട്ടോളണമെന്നില്ല. നമ്മളിടത്തേക്ക് എപ്പോഴും ഓടി വരാം. അതുകൊണ്ട് എപ്പോഴാണ് ഇവൻ റോട്ടുമ്മലേക്കൊന്നും വരിക എന്ന് പറയാൻ പറ്റില്ല. അവിടുന്ന് കുറച്ച് മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതാ ഒരു കാട്ടി എന്ന് വെച്ചാലേ ഒരു രക്ഷയില്ലാത്ത കാട്ടുപോത്ത്. നല്ല യമണ്ടൻ കാട്ടുപോത്താട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ആളൊന്ന് നടക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല. ആ നിന്ന നിപ്പിലങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ മസനഗുഡിയിലേക്ക് എത്താനായിട്ടുണ്ട്. ഇത് ഇ പാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നൊരു ചെക്ക് പോസ്റ്റാണ്. ഈ ഒരു മസനഗുഡി മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ബഫർ സോണിലാണ് ഉള്ളത്. മുൻപോട്ട് വരുമ്പോഴേക്കും ഒരു ബോർഡ് കാണുന്നുണ്ടോ, മുകളിൽ പച്ച. ആ ഒരു പച്ച ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ളത് നേരെ ഊട്ടിയിലേക്കുള്ള റോഡ് എന്നായിരുന്നു. അതെന്തായാലും ഇപ്പം മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൂട്ടിൽ ഇപ്പം ഊട്ടിയിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഈ ഒരു അങ്ങാടിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയാലാണ് മോയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുക. അവിടുത്തെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ശരിക്കും സമയം വളരെ കുറവാണ്. നമുക്ക് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം ആനയുടെ അടുത്ത് നിന്ന്, അത് കഴിഞ്ഞൊരു കാട്ടുപോത്തിനെ കണ്ടപ്പം വളരെ കുറച്ച് സമയം അവിടെ നിന്നു. ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ടേ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച് പോവാണ്. കാടിനുള്ളിലൂടെ തന്നെയാണ്. പിന്നെ റോഡ് ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. ഈ ഒരു മസനഗുഡിയിൽ വന്നാൽ എന്താണ് കാണാനുള്ളത് എന്ന് ചോദിച്ചാലേ, നമ്മളിപ്പം വരുന്ന സമയത്ത് ആനയെ കണ്ടില്ലേ, കാട്ടുപോത്തിനെ കണ്ടില്ലേ, അതൊക്കെയാണ് ഈ ഒരു റൂട്ടിൽ പ്രധാനമായിട്ടും കാണാനുള്ളത്. ഇവിടെ ഇങ്ങനെ നിർത്തിയത് എന്താണെന്ന് വെച്ചാലേ, മാനുകളെ കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്ത് മൊത്തം ചുവന്ന പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതും മാനുകളും പച്ചപ്പും എല്ലാം കൂടെ പ്രത്യേക ഒരു ഭംഗി തോന്നി.
മാനുകളെ കണ്ട് മുൻപോട്ട് പോയപ്പോഴേക്കും ഒരു ഫോറസ്റ്റ് വണ്ടി വന്ന് മോയാറിലേക്ക് ഇപ്പം പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ചിട്ട് ഇതാ മസനഗുഡി അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഇതിലെ നേരെ പോയാലാണ് ഊട്ടിയിലേക്ക് എത്തുക. അവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പം ടൂറിസ്റ്റുകൾക്ക് ഈ റൂട്ടിൽ പെർമിഷൻ ഇല്ല എന്ന് പ്രത്യേകം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങാടിയിലൊക്കെ കുറച്ച് സമയം നിന്ന് ഒരു ചായ കുടിച്ച് നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. ഇതൊക്കെ റോഡിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇവർക്കൊന്നും ഒരു പേടിയുമില്ലാനും. മാനുകളെ കണ്ട് മതിയായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും മാനുകൾ. വെറുതെ മയിലിനെ കണ്ട് നിർത്തിയതാ. അപ്പോഴേക്കും ഇതാ നമ്മളെ വണ്ടിയുടെ അടുത്തേക്കാണ് വരുന്നത്. ശരിക്കും ഇതിൽ പോകുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. മയിലിനെ കണ്ട് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ കാട്ടുപോത്ത്. 1, 2 ഒന്നും അല്ല കേട്ടോ, കുറച്ചധികം ഉണ്ട്. ഈ ഒരു ഫ്രെയിം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. പച്ചപ്പും കാട്ടുപോത്തും ബാക്ക് സൈഡിൽ ഇതാ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴ്ന്നു വരികയാണ്. അതിൻ്റെ ചുവപ്പും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. നമ്മൾ ഈ റൂട്ടിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെ മൃഗങ്ങളെ കാണാൻ പറ്റിയത് ഇത് ആദ്യമായിട്ടാണ്. ഇവരെ കാണുന്ന സമയത്ത് എങ്ങനെയാ ഒന്ന് നോക്കാതെ കാണാതെ നമ്മൾ പോവുക. വരുന്ന മോനെ, എൻ്റെ ഓനെ മാസൻ. അതിന് സൈഡ് ബോസോട് കിട്ടിയാണ്ടല്ലോ, ചീറി ചിഹ്നം വിളിക്കും. കയറി കയറി പുറത്തേക്ക് വരട്ടെ. എന്തായാലും ഇവിടെയും 5-6 ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നോക്കി നിന്നിട്ടോ. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാം നല്ല സൈസ് ഉണ്ട് കേട്ടോ. കാടിനുള്ളിൽ കയറുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് നമ്മൾ കയറിയാലേ ചിലപ്പം ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാനും പറ്റി. അങ്ങനെ അവിടുന്ന് മുൻപോട്ട് വന്നപ്പോഴേക്കും ആകാശമൊക്കെ ഇതാ ചുവന്ന് തുടുത്ത് ഇതേപോലെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ. അങ്ങനെ തെപ്പക്കാട് എത്താനായിട്ടുണ്ട്. മാനുകൾ വരിയായി നടന്നു വരുന്നത് കണ്ടോ. ഇതൊന്നും 2 ഒന്നും അല്ല കേട്ടോ, 100 കണക്കിന് മാനുകളുണ്ട്. ഇത് അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങിയതാ. കുറച്ച് സമയമായി ഇതേപോലെ കാണുന്നു. രാത്രിയാവുന്ന സമയത്ത് ഈ മാനുകളൊക്കെ ആൾതാമസമുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് നിൽക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാടിനുള്ളിലാണെങ്കിൽ മറ്റു മൃഗങ്ങൾ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ പേടിച്ചിട്ടേ ലൈറ്റും ആളുകളും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വന്ന് നിൽക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ തെപ്പക്കാടെത്തി നമുക്ക് നേരത്തെ മസനഗുഡിയിലേക്ക് പോകാൻ പെർമിഷൻ തന്നിട്ടുള്ള പോലീസുകാരൻ്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിച്ച് നമ്മൾ നേരത്തെ ഒരു സ്നാക്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. നിങ്ങൾ പോകുന്ന സമയത്തും ഇതേപോലെ മൃഗങ്ങളെയൊക്കെ കണ്ട് കാട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റട്ടെ. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.